അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അഖില കേരള പണ്ഡിതർ മഹാജനസഭ 205 നമ്പർ അങ്കമാലി കാലടി ശാഖയുടെ 18ാമത് വാർഷിക പൊതുയോഗവും 181ാമത് കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കാനൂർ പന്തക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ NSS കരയോഗം ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC രഘു ഉദ്ഘാടനം ചെയ്തു. അഖില കേരള പണ്ഡിതർ മഹാജനസഭ 205 നമ്പർ അങ്കമാലി കാലടി ശാഖയുടെ 18ാമത് വാർഷിക പൊതുയോഗവും 181ാമത് കുടുംബസംഗമവും സംഘടിപ്പിച്ചു. കാനൂർ പന്തക്കൽ ക്ഷേത്രത്തിന് സമീപത്തെ NSS കരയോഗം ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC രഘു ഉദ്ഘാടനം ചെയ്തു. ഓരോ കടകൾ 100 രൂപ 200 രൂപയൊക്കെ ആയിട്ട് ഒരു വർഷം കൊണ്ട് കൊടുത്തു തീർത്താലും മതി. ആ വിധത്തിൽ നിങ്ങളുടെ ശാഖയുടെ ആയിട്ട് ബന്ധപ്പെട്ട് അത് തീരുമാനിക്കുക. തീർച്ചയായിട്ടും അതിനെല്ലാവരും ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ട് ഇപ്പം ഈ ഓരോ ശാഖയുടെയും വാർഷികം കഴിഞ്ഞാൽ നമ്മുടെ ജില്ലാ സമ്മേളനം നടക്കുന്നുണ്ട്. അതിനും എറണാകുളത്ത് വെച്ച് അത് എവിടെയാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ജില്ലാ സമ്മേളനം തീർച്ചയായിട്ടും അതിനെല്ലാവരും എത്തണം, വേണ്ട സഹകരണം ചെയ്യണം. പിന്നെ നമ്മുടെ രാമകൃഷ്ണ പണ്ഡിതരുടെ ഈ മാസമായിരുന്നു മരണദിനവും ജന്മദിനവും. ജൂൺ 8, ജൂൺ 19 ഇത് നിങ്ങളുടെ ശാഖയിലും ആഘോഷിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ആ മാസം തന്നെ ഇവിടുത്തെ വന്ന് നമുക്ക് അദ്ദേഹത്തെ പുഷ്പാർച്ചന നടത്താനും എല്ലാം സാധിച്ചതിന് ഒരു പ്രത്യേകത ഇന്നുണ്ട്. പിന്നെ ഇലക്ഷൻ, ഈ ശാഖയുടെ ഇലക്ഷനും ഇന്ന് തന്നെയുണ്ട്. അടുത്ത 3 വർഷത്തേക്ക് ഉള്ള തെരഞ്ഞെടുപ്പ് അതിലും ഇപ്പോൾ ഉള്ളവർ ആദ്യമേക്കൽ അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അത് നല്ലപോലെ നടത്തണം. ശാഖ പ്രസിഡന്റ് KN നകുലൻ അധ്യക്ഷത വഹിച്ചു. ശാഖ ജോയിന്റ് സെക്രട്ടറി രജനി പ്രകാശ് അനുശോചനം അർപ്പിച്ചു. വൈസ് പ്രസിഡന്റ് KK രവി, ശാഖാ സെക്രട്ടറി ജയൻ ശശി, ട്രഷറർ സംഗീത സുരേഷ്, സെക്രട്ടറി രാധാമുരളി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK മോഹനൻ, ജില്ലാ സെക്രട്ടറി MR വേണു, കാനൂർ പഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ ജോഫി ബൈജു, KV ബിജു, KN മുരളി, CT സുരേഷ് എന്നിവർ സംസാരിച്ചു. എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച കമ്മിറ്റിയും അവസാനത്തെ ചൊവ്വാഴ്ച കുടുംബയോഗവും നടന്നു വരുന്നു. ജൂൺ 8 ആചാര്യ ജയന്തി എല്ലാ കുടുംബങ്ങളിലും ആഘോഷിക്കപ്പെടുന്നു. ആചാര്യ ജയന്തിയുമായി ബന്ധപ്പെട്ട് ജൂൺ 10 പ്രസിഡന്റ് ശ്രീ KN നകുലിന്റെ നേതൃത്വത്തിൽ കാനൂർ പാറപ്പുറം ദേവതാൻ ഭക്തി മന്ദിരത്തിൽ കുടുംബങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിൽ ഒരു ജോഡി വസ്ത്രവും ഒരു നേരത്തെ ആഹാരവും നൽകി. ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് CG ശശിചന്ദ്രനും വനിതാ ജില്ലാ ട്രഷറർ MR ശശിചന്ദ്രനും കൂടി നിർവഹിച്ചു. കടം മേടിച്ചത് 28,000 രൂപ, പരസ്പര സഹായ നിധി ലഭിച്ചത് 13,180, പഠനോപകരണ വിതരണം വാങ്ങുന്നതിന് ലഭിച്ചത് 3,000. ഈ ഇങ്ങനെ ഒരു ശാഖയെ പറ്റി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും പരസ്പര സഹകരണം വളർത്തിയെടുക്കുവാനായിട്ട് ഇത്തരം ഒരു കൂട്ടായ്മ നമുക്ക് കൂടുതൽ സഹായകമാകുമെന്ന് വിചാരിക്കുന്നു. ജൂൺ 8 ആചാര്യന്റെ ജന്മദിനം അംഗങ്ങളുടെ വസതിയിൽ വിളക്ക് വെച്ച് അദ്ദേഹത്തെ ആചരിക്കുന്നു. വൈപ്പിൽ ശാഖയിലെ ശ്രുതികൾക്ക് വനിതാ സംഘടന ചികിത്സ സഹായം നൽകുകയുണ്ടായി. 12/12/2023 ചോറ്റാനിക്കരയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ വനിതകൾ നമ്മുടെ യൂണിഫോം സെറ്റ് സാരി മെറൂൺ ബ്ലൗസും ധരിച്ച് പങ്കെടുക്കുകയുണ്ടായി. 1000 രൂപയാണ് അതിന്റെ പട്ടുപിരിവ്. അതിനാരും നിരുത്സാഹപ്പെടരുത്. ശാഖ ഭാരവാഹികളെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശമാണ്, അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ നടപ്പിലാക്കണം. ഈ ശാഖയിൽ പ്രവർത്തിക്കാനും ഈ ശാഖയിൽ വന്നുപോകുന്ന ഓരോ കമ്മിറ്റിയിലും കുടുംബയോഗങ്ങളിലേക്ക് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജില്ലാ സമ്മേളനം ഒക്ടോബർ മാസത്തിൽ നടത്തുന്നതുകൊണ്ടാണ് നമ്മൾ അടിയന്തരമായിട്ട് എല്ലാ ജില്ലാ സമ്മേളനങ്ങളും ശാഖാ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ തുടർച്ചയായിട്ട് പല സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി, അതുപോലെ അവകാശ പ്രഖ്യാപന സമ്മേളനം നടത്തി. ഇതെല്ലാം വൻ വിജയമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ LPSയുടെ നേതൃത്വത്തിൽ ഒരു 10ഓളം
കാര്യങ്ങളടങ്ങുന്ന ഒരു നിവേദനം കഴിഞ്ഞ UDF കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയെടുത്തുകൊണ്ട് അങ്കമാലി ശാഖയിൽ നിന്ന് തന്നെ അതിന് തിരുത്തൽ വേണം. അങ്കമാലി ശാഖയിലെ ഇത് കുടുംബാംഗങ്ങൾ ഇനി വരുന്ന ഭരണസമിതിയെ വിമർശിക്കുകയും ചോദ്യം ചോദിക്കുകയും ഉത്തരം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ പിന്നോട്ടുള്ളൂ എന്നുള്ള അർത്ഥ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അങ്കമാലി കാർമി ശാഖ ഏത് രീതിയിലാണ് മുന്നോട്ട് പോയത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും, ഉറപ്പുണ്ട്. സംഘടന രൂപം കൊണ്ടതിന് ശേഷം ഈ 205 ശാഖ രൂപം കൊണ്ടതിന് ശേഷം ഇതിന്റെ മരണാനന്തര ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് നമുക്കുണ്ട്. അതിന്റെ അധ്യക്ഷ പദവിയിൽ അന്ന് തുടങ്ങി ഇന്ന് വരെ ഇരിക്കുന്ന സന്തോഷിന് എൻ്റെ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെയും വളരെയധികം ഒരു ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. പരിപാടിയുടെ ഭാഗമായി പതാക ഉയർത്തൽ, ചർച്ച, തെരഞ്ഞെടുപ്പ് എന്നിവയുണ്ടായി. മുൻകാലങ്ങളിലുണ്ടായ കമ്മിറ്റിക്കാർ ആ കമ്മിറ്റിയിലേക്ക് എടുക്കാത്തിൽ വേറെ പരിവൊന്നും വിചാരിക്കരുത്. അത്യാവശ്യം നല്ല രീതിയിൽ പോകണം എന്ന രീതിയിലാണ് ഈ മുൻകാല കമ്മിറ്റികളിലേക്ക് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്.